എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ RBIയുടെ പുതിയ റൂളായിരുന്നു, എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരും KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ വീണ്ടും ഒരു KYC ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിയമം RBI കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം തന്നെ എല്ലാവർക്കും മെസ്സേജുകളൊക്കെ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ KYC ചെയ്തെങ്കിൽ മാത്രം നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി കാണും. അപ്പോൾ നിങ്ങൾ KYC ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ആ അക്കൗണ്ട് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ നിരവധി ആൾക്കാർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉള്ളവർ ആർക്കൊക്കെ ഈ മെസ്സേജ് വന്നിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റു ബാങ്കുള്ളവരും നിങ്ങളോട് KYC കംപ്ലീറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക്, രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ KYC കംപ്ലീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെ പോയി KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യണം. മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യും. ഒരു പക്ഷേ ഡീആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് ഈ പ്രാവശ്യം ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ടാവും. ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് വീണ്ടും മുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് ബാങ്കിന്റെ ഭാഗത്തു നിങ്ങൾക്ക് വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളവർ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുക. അത് ഓൺലൈനായിട്ട് ചെയ്യുന്നെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ചുകളിൽ പോയി ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും KYC ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ PM കിസാന്റെ KYC കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇന്ന് 1-ാം തീയതിയാണ് പുതിയ പേയ്മെന്റ് ലിസ്റ്റുകൾ അപ്ഡേറ്റ് ആക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ലിസ്റ്റിലും നിങ്ങൾ ഉൾപ്പെടില്ല. കാരണം ഈ പ്രാവശ്യത്തെ വിതരണമൊക്കെ എല്ലാം താളം തെറ്റിയ ഒരു വിതരണമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും പെട്ടെന്ന് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ പേയ്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾ അംഗമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൂരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതെല്ലാം കറക്റ്റാക്കി വെക്കുക. ഒരു പക്ഷേ ഈ മാസം അവസാനം ഒരു വിതരണമുണ്ട്. ആ വിതരണത്തിൽ മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു പേയ്മെന്റ് ലഭിക്കുന്നതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻഎലിജിബിൾ ആക്കിയിട്ടുള്ളവരുണ്ടായിരുന്നു. നിങ്ങളോട് ഡെമോ ഓതന്റിക്കേഷൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഐഡന്റിഫൈ വെരിഫൈ ചെയ്യാനായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെമോ ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഭർത്താവാണ് അപേക്ഷിച്ചിരിക്കുന്നതിൽ ഭാര്യയുടെ ആധാർ നമ്പറും അതിൽ ചേർക്കണം എന്നുള്ളതാണ് ഈ ഡെമോ ഓതന്റിക്കേഷൻ. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ 2018-19 ലാൻഡ് വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഎലിജിബിലിറ്റി മാറില്ല, നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കില്ല, പേയ്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേര് വരില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ബാങ്കിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ KYC നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പേയ്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേര് വരില്ല. അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ എത്രയും വേഗം ശ്രമിക്കുക. കാരണം ഇന്ന് മുതലൊക്കെ തന്നെ പുതിയ പേയ്മെന്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ആകുകയാണ്. കാരണം പഴയ ലിസ്റ്റിലുള്ള വിതരണമായിരുന്നു ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് തന്നെയും പുതുതായിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ അപ്രൂവൽ ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അവർക്കൊന്നും ഈ വിതരണം ലഭിച്ചിട്ടില്ല. അവരുടെയൊക്കെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ്. അവർക്ക് ഇപ്പോൾ ഉടൻ തന്നെ വിതരണം കൊടുക്കാനായിട്ട് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്